അബിയുടെ സംസാരം കേട്ട് അപ്പോൾ അവൻ എന്ത് മറുപടി കൊടുക്കണമെന്നറിയാതെ അവളുടെ മനസ്സിൽ വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. കുറച്ചു മുൻപ് വരെ ആ കുട്ടിയെ തെറ്റിദ്ധരിക്കാൻ വേണ്ടി സാറ് വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞു എന്നായിരുന്നു അവൾ കരുതിയത്. എന്നാലിപ്പോൾ അവനിൽ നിന്നറിഞ്ഞ കാര്യങ്ങൾ അവൾക്ക് എന്തുകൊണ്ടോ ഉൾക്കൊള്ളാൻ കഴിയാത്തതുപോലെ. ഇത്രയും വലിയ നിലയിലുള്ള ഒരാൾ സമ്പത്ത് കൊണ്ടും സൗന്ദര്യം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും കുടുംബമഹിമ കൊണ്ടും തനിക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്തൊരു ബന്ധം, അതിനേക്കാളെല്ലാം ഉപരി താൻ ഇഷ്ടപ്പെട്ട ആള് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ഒരു പ്രപ്പോസൽ മുൻപോട്ട് വയ്ക്കുമ്പോൾ അതിനു മുൻപിൽ പകച്ചു നിൽക്കാൻ മാത്രമേ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ തൻ്റെ മനസ്സിൽ അവനോടുള്ള പ്രണയം തുറന്നു പറയുന്നതിന് മുൻപിൽ തന്നെക്കുറിച്ചെല്ലാം അവൻ അറിയണമെന്ന് തോന്നി അവൾക്ക്. സർ, എനിക്കാരുമില്ല. എന്നെ എവിടെ നിന്നോ അച്ഛനെടുത്ത് വളർത്തിയതാ. അച്ഛൻ മരിച്ചപ്പോൾ ചെറിയമ്മയ്ക്ക് ഞാനൊരു ബാധ്യതയായി. അത് നിറഞ്ഞ കണ്ണുകളോടെ പറയാൻ ശ്രമിക്കുന്നവളുടെ വായിൽ കൈവച്ച് തടഞ്ഞിരുന്നു അബി. എനിക്ക് നിന്നെക്കുറിച്ചെല്ലാം അറിയാം, എല്ലാം. ഇപ്പം എനിക്കറിയേണ്ടത് നിനക്കെന്നെ ഇഷ്ടമാണോ, എൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ എൻ്റെ ഭാര്യയായി ജീവിക്കാൻ സമ്മതമാണോ എന്ന് മാത്രമാണ്. വേറൊന്നും എനിക്കറിയണ്ട. അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ഉറച്ച ശബ്ദത്തോടെ അബി പറയുമ്പോൾ അവൻ്റെ വാക്കുകളിലും കണ്ണുകളിലും നിറഞ്ഞു നിന്നത് അവളോടുള്ള അടങ്ങാത്ത പ്രണയമായിരുന്നു. ഒരു നിമിഷം അവൻ്റെ കണ്ണുകളിലും ആ പ്രണയത്തിലും കുടുങ്ങിക്കിടന്നുപോയി അവൾ. ഇതുവരെ ആരിൽ നിന്നും തനിക്ക് കിട്ടാത്ത സംരക്ഷണം ആ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അവൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. നിറഞ്ഞ കണ്ണുകളോടുകൂടെ അവനെ നോക്കി നിൽക്കുമ്പോൾ ഉള്ളിൽ തിങ്ങി നിൽക്കുന്ന സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്നറിയുന്നുണ്ടായിരുന്നില്ല അവൾക്ക്. ഒരാശ്രയം പോലെ രണ്ട് കൈകൾ കൊണ്ടും അവനെ ചുറ്റിപ്പിടിച്ച് ആ നെഞ്ചിലേക്ക് മുഖം ചേർക്കുമ്പോൾ അവൻ്റെ ശരീരത്തിലെ തണുപ്പ് അവളുടെ മനസ്സിലെരിയുന്ന ഒറ്റപ്പെടലിൻ്റെ ചൂട് ശമിക്കുന്നുണ്ടായിരുന്നു. അവളിൽ നിന്നൊരു മറുപടി പ്രതീക്ഷിച്ച് നിന്നവന് അവളുടെ ഈ പ്രവൃത്തി മാത്രം മതിയായിരുന്നു ആ മനസ്സിനുള്ളത് എന്താണെന്ന് കണ്ടെത്താൻ. നിമിഷ നേരം കൊണ്ട് തൻ്റെ നെഞ്ചിൽ വന്ന് പതിക്കുന്ന കണ്ണുനീരിൻ്റെ ഇളം ചൂടിനെ അവൻ തിരിച്ചറിഞ്ഞു. രണ്ട് കൈകൾ കൊണ്ടും അവളെ തന്നോടൊന്നുകൂടെ ചേർത്ത് പിടിക്കുമ്പോൾ ഇനിയൊരിക്കലും തനിച്ചാക്കില്ല എന്നൊരു വാഗ്ദാനമുണ്ടായിരുന്നു അവൻ്റെ പ്രവൃത്തിയിൽ. അതോടെ അവനിലുള്ള അവളുടെ പിടിമുറുകി. ഒന്നുകൂടെ ആ നെഞ്ചോട് തല ചേർത്ത് വെച്ച് തൊയങ്ങുമ്പോൾ അവളിലുള്ള അവൻ്റെ കരങ്ങൾ ഒന്നുകൂടെ മുറുകി. തേങ്ങിക്കരയുന്ന ആ പെണ്ണിൻ്റെ നെറ്റിയിൽ ആദ്യത്തെ പ്രണയ ചുംബനം നൽകുമ്പോൾ അവൻ്റെ മനസ്സും നിറഞ്ഞു. ആ നിമിഷം ഇനി എന്ത് സംഭവിച്ചാലും ചിത്രയെന്നും തൻ്റേതായിരിക്കുമെന്ന് മനസ്സുകൊണ്ട് പ്രതിജ്ഞ എടുത്തിരുന്നു അവൻ. ഞാനുണ്ട് എന്നവളുടെ കാതിൽ കാറ്റുപോലെ പറയുമ്പോൾ അവൻ്റെ ചുണ്ട് അവളുടെ കാതിൽ അമർന്നിരുന്നു. പെട്ടെന്ന് അബിയുടെ ഫോണിൻ്റെ ശബ്ദം അവിടെ ഉയർന്നപ്പോഴാണ് രണ്ടുപേരും സ്വബോധത്തിലേക്ക് വരുന്നത്. അബി വേഗം ചിത്രയിൽ നിന്ന് അടർന്നു മാറി ഫോണിൻ്റെ അടുത്തേക്ക് പോയി. ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പർ കണ്ട് മുഖം ചുളിഞ്ഞു എങ്കിലും അവൻ കോൾ എടുത്ത് ബാൽക്കണിയിലേക്ക് പോകുന്ന അബിയെ സംശയത്തോടെയാണ് ചിത്ര നോക്കിയത്. എന്തോ അടുത്ത് നടക്കാൻ പോകുന്നത് പോലെ അവളുടെ ഹൃദയം അലമുറയിട്ടു. കുറച്ചു കഴിഞ്ഞ് ഗൗരവത്തിൽ അവൻ ബാൽക്കണിയിൽ നിന്ന് വരുന്നതും പിന്നെ ചിത്രയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കബോർഡ് തുറന്ന് ഡ്രസ്സെടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്നതും അവൾ നോക്കി നിന്നു. എന്താണ് അബി എത്രയ്ക്കും അസ്വസ്ഥയാക്കുന്നത് എന്നറിയാൻ താല്പര്യമുണ്ട് എങ്കിലും അവനോട് അത് തിരക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല. അവൻ്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ഗൗരവം തന്നെയായിരുന്നു അതിന് കാര്യം. വാലറ്റും ഫോണും എടുത്ത് പോക്കറ്റിൽ വയ്ക്കുമ്പോഴാണ് എന്തോ ചിന്തിച്ചിരിക്കുന്ന ചിത്രയെ അവൻ കാണുന്നത്. ഞാനൊന്ന് പുറത്തു പോകുക എന്ന് പറഞ്ഞ് കാറിൻ്റെ കീയെടുത്ത് തിടുക്കത്തിൽ പോകുന്നവനെ അവളും ഒന്ന് നോക്കി. ഒരു ബ്ലാക്ക് കളർ ഷർട്ടും ബ്ലൂ ജീൻസുമാണ് അവൻ്റെ വേഷം. ഇപ്പോൾ അവൻ്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ഗൗരവം കുറച്ചു മുൻപ് വരെ ഉണ്ടായിരുന്ന പ്രണയത്തെ മറിച്ചിട്ടുണ്ട്. വേഗത്തിൽ പടികൾ ഇറങ്ങി പോകുന്നവൻ ടെൻഷനോടെ നോക്കി അവൾ ബെഡിലേക്കിരുന്നു. ദുർഗാദേവി ഹോസ്പിറ്റലിന് മുൻപിൽ അബിയുടെ കാറ് നിന്നതും അവൻ വേഗത്തിൽ കാറിൽ നിന്നിറങ്ങി അകത്തേക്ക് നടന്നു. ഐസുവിന് മുൻപിൽ നിൽക്കുമ്പോൾ സൂര്യദേവിൻ്റെ കണ്ണുകൾ അടിക്കടി വഴിയിലേക്ക് നീണ്ടു ആരെയോ കാത്തു നിൽക്കുന്നത് പോലെ. അയാൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഐസുവിനടുത്തേക്ക് വരുന്ന അബിയെ കണ്ടതും അയാളിൽ ഒരു ചിരി വിരിഞ്ഞു. എന്നാൽ അത് സമർത്ഥമായി മറക്കാനും അയാൾക്ക് കഴിഞ്ഞു. മോനെ അബി, അച്ഛൻ എന്ന് പറഞ്ഞ വിഷമത്തോടെ തനിക്കടുത്തേക്ക് വരുന്ന ആളെ മൈൻഡ് പോലും ചെയ്യാതെ മറികടന്ന് അവൻ ഐസുവിൻ്റെ ഡോറിനടുത്തേക്ക് പോയി. അവിടെ കരഞ്ഞുകൊണ്ട് തല താഴ്ത്തി നിൽക്കുന്ന കാവേരിയെ കണ്ടതും അവൻ്റെ ശ്രദ്ധ അവരിലേക്ക് പോയി. തൻ്റെ മുൻപിൽ നിൽക്കുന്ന അബിയെ കണ്ടപ്പോൾ അതുവരെ ടെൻഷൻ നിറഞ്ഞു നിന്ന കാവേരിയുടെ മുഖമൊന്ന് ശാന്തമായി.
ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, പക്ഷെ മോനെ കാണണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു. ഐസുവിൻ്റെ ബെഡിൽ കിടക്കുന്ന രവിവർമ്മയിലേക്ക് അവൻ്റെ ശ്രദ്ധ പോയി. ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന വയറുകൾക്കിടയിൽ കിടക്കുന്ന ആ രൂപം നന്നേ അവശത നിറഞ്ഞതായിരുന്നു. പതിയെ കണ്ണു തുറന്നു നോക്കി അയാൾ തനിക്കടുത്ത് നിൽക്കുന്ന അബിയെ കണ്ടതും അതുവരെ ക്ഷീണിച്ച അയാളുടെ കണ്ണുകളൊന്ന് വിടർന്നു. അവ നിറയുന്നതിൻ്റെ കൂടെ ആ കണ്ണുനീര് പ്രതീക്ഷ നിറഞ്ഞു. അബി വിളിക്കുന്നതിൻ്റെ കൂടെ അവൻ്റെ കൈ കവർന്നിരുന്നു അയാൾ. തൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ മാറ്റി നിർത്തി അയാൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്കറിയാം നീ വരുമെന്ന്. ഈ വൃദ്ധന് ഇനി അധികം ആയുസ്സില്ല. മരിക്കുന്നതിന് മുൻപ് എൻ്റെ ഒരാഗ്രഹം നീ സാധിച്ചു തരണം. എൻ്റെ ശ്രീമോള്, അവൾക്ക് ഞാനൊരു വാക്ക് കൊടുത്തു, നീ അവൾക്കുള്ളതാണെന്ന്. ആ വാക്ക് നീ പാലിക്കുവോ എനിക്ക് വേണ്ടി? പ്രതീക്ഷയോടെ, അതിൽ കവിഞ്ഞ നൊമ്പരത്തോടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയാണ് രവിവർമ്മ അത് ചോദിച്ചത്. അയാളുടെ ഉള്ളിൽ ആ നിമിഷം അവൻ തൻ്റെ ആവശ്യം അവൻ അംഗീകരിക്കണമെന്ന് മാത്രമായിരുന്നു. അല്ലാതെ അവൻ്റെ ഭാര്യയെക്കുറിച്ചോ അവൻ്റെ മനസ്സിനെക്കുറിച്ചോ അയാൾ ചിന്തിച്ചിരുന്നില്ല. മനസ്സ് മുഴുവൻ അവളായിരുന്നു, ശ്രീദേവി. കയ്യിൽ കത്തിയുമായി മരിക്കാൻ തയ്യാറായി കരഞ്ഞു നിലവിളിച്ചു നിൽക്കുന്ന ശ്രീയുടെ ചിത്രം മാത്രം. ദുർഗ പടിയിറങ്ങിപ്പോയതിനു ശേഷം അവരുടെ കുടുംബത്തിലേക്ക് വന്ന ഒരേ ഒരു പെൺതരി. ദുർഗയോളം അല്ലെങ്കിൽ ദുർഗയേക്കാൾ കൂടുതൽ സ്നേഹവും വാത്സല്യവും പകർന്നു കൊടുത്ത് തന്നെയാണ് രവിവർമ്മ അവളെയും വളർത്തിയത്. ഇന്നോളം അവളുടെ ആഗ്രഹങ്ങൾക്കൊന്നും എതിര് നിന്നിട്ടില്ല. 5 വർഷങ്ങൾക്ക് ശേഷം അബിയോടുള്ള പിണക്കവും ദേഷ്യവുമെല്ലാം മനസ്സിൽ നിന്നും മാറിയപ്പോൾ ആദ്യമുള്ളിലേക്ക് കടന്നു വന്നത് അബിയുടെയും ശ്രീദേവിയുടെയും വിവാഹമായിരുന്നു. അതിന് പിന്നിൽ അയാൾക്ക് 2 കാരണങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് അബിയുമായുള്ള എല്ലാ പിണക്കങ്ങളും മാറ്റി തൻ്റെ പേരക്കുട്ടിയായി ഇനിയുള്ള കാലം മുഴുവൻ അവനെ തന്നോടൊപ്പം നിർത്തണമെന്നുള്ള ആഗ്രഹം. രണ്ടാമത്തേത് ഒരു വിവാഹത്തിലൂടെ പോലും ശ്രീദേവി തന്നിൽ നിന്ന് അകന്നു നിൽക്കരുത് എന്നുള്ള സ്വാർത്ഥത. പ്രായത്തിൻ്റെ കുറച്ച് കുരുത്തക്കേടുകൾ അവളുടെ കയ്യിലുണ്ടെങ്കിലും ശ്രീദേവിയെ മറ്റെന്തിനേക്കാളും മറ്റാരെക്കാളും സ്നേഹവും വിശ്വാസവുമാണ് രവിവർമ്മയ്ക്ക്. അതുകൊണ്ടാണ് അബിയുമായുള്ള വിവാഹകാര്യം ആദ്യം അവളോട് സംസാരിച്ചതും. ഒട്ടും താല്പര്യമില്ലാതെ അവൾ വിവാഹത്തിന് സമ്മതം പറഞ്ഞത് തനിക്ക് വേണ്ടിയാണെന്ന് രവിവർമ്മയ്ക്ക് അറിയാം. എന്നാൽ പിന്നീട് അവൾക്ക് അബിയോടുള്ള മനോഭാവം മാറുകയും അവനോടിഷ്ടം തോന്നുകയും ചെയ്തു. അത് അയാളിൽ ഒരുപാട് സന്തോഷം നിറച്ചു. ഇന്ദ്രനിലൂടെ പതിയാബിയോട് ഈ കാര്യം സംസാരിച്ച് വിവാഹം നടത്തിയെന്നും അവനെ തന്നോടൊപ്പം തന്നെ നിർത്താനായിരുന്നു അവയാൾ കരുതിയത്. എന്നാൽ എല്ലാം തകിടം മറിഞ്ഞത് പെട്ടെന്നായിരുന്നു. ഇതേ സമയം അയാളുടെ കണ്ണിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അബി. അവൻ്റെ ചുണ്ടുകളിൽ ഒരു ചിരി വിരിഞ്ഞു. ഇന്ദ്രനങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം വന്നതാണ്, അല്ലാതെ ഇവിടെയുള്ള ആരോടും എനിക്കൊരു കമ്മിറ്റ്മെൻസുമില്ല. പിന്നെ ശ്രീദേവി, കുട്ടിക്കാലം മുതൽ ശ്രീദേവി ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾ നേടിക്കൊടുത്തിട്ടുണ്ടാകും. അന്ന് വാങ്ങിക്കൊടുത്ത കളിപ്പാട്ടങ്ങൾ പോലെ ഷെൽഫിൽ വെക്കുന്ന പാവയല്ല ഞാൻ. അതുകൊണ്ട് ആ ആഗ്രഹം മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ പറഞ്ഞേക്ക്. അതൊരിക്കലും നടക്കില്ല. ശാന്തമായി അത്രയും ഗൗരവത്തോടെ പറയുന്നതിൻ്റെ കൂടെ തൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന രവിവർമ്മയുടെ കൈകൾ എടുത്തു മാറ്റിയിരുന്നു അവൻ. എന്നാൽ അത് മൈൻഡ് ചെയ്യാതെ 2 അടി മാറി നിന്നു അബി. ഞാൻ ഡോക്ടറോട് സംസാരിച്ചിട്ടുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. 2 മണിക്കൂർ കഴിഞ്ഞാൽ മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. നാളെ കഴിഞ്ഞ് ഡിസ്ചാർജും. അത് പറഞ്ഞ അയാളുടെ മുഖത്തേക്ക് പോലും തിരിഞ്ഞു നോക്കാതെ തിരിഞ്ഞു നടക്കുന്നവനെ രവിവർമ്മ വേദനയോട് കൂടെ നോക്കി. ഒരിക്കലും അബിയിൽ നിന്ന് ഇങ്ങനെ ഒരു മറുപടി ആയിരുന്നില്ല അയാൾ പ്രതീക്ഷിച്ചത്. അതിൻ്റെ ഞെട്ടലും നിരാശയും അയാളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ തോറ്റു പിന്മാറാൻ വയ്യ. കാരണം എതിർഭാഗത്ത് നിൽക്കുന്നത് ശ്രീദേവിയാണ്. തനിക്കങ്ങനെ തള്ളിക്കളയാൻ കഴിയുന്നതല്ല അവളുടെ ആവശ്യം. മോനെ, അവസാന പ്രതീക്ഷ എന്ന പോലെ അബിയെ വിളിക്കുമ്പോൾ അത് കേട്ട് നിന്നിരുന്നു അവൻ. എനിക്ക് വേണ്ടി മാത്രമല്ല, നിന്റെ അമ്മയ്ക്ക് കൂടെ വേണ്ടി. അവളും ഇത് ആഗ്രഹിക്കുന്നുണ്ടാകും. എന്നാൽ ആ വാക്കുകൾ അവനിൽ അയാളോട് വെറുപ്പ് കൂട്ടി. എനിക്കിപ്പോൾ നിങ്ങളോട് പുച്ഛമാണ് തോന്നുന്നത്. സ്വന്തം ആവശ്യം നേടിയെടുക്കാൻ വേണ്ടി ഇതുവരെ തള്ളിപ്പറഞ്ഞ അമ്മയെ ഇതിലേക്ക് വലിച്ചിട്ടതോർത്ത്. വെറുപ്പും പുച്ഛവും കലർത്തി അത് പറയുന്നതിൻ്റെ കൂടെ അവൻ ഐസുവിൻ്റെ കതക് തുറന്ന് പുറത്തേക്ക് പോയി. എന്നാൽ അതേസമയം അവൻ്റെ വാക്കുകൾക്ക് മുൻപിൽ വീണ്ടും വീണ്ടും താൻ അപമാനിക്കപ്പെട്ടു, വേദനിക്കപ്പെട്ടു എന്ന് തല താഴ്ത്തി നിൽക്കുന്നതോർത്ത് സ്വയം പുച്ഛം തോന്നിയിരുന്നു രവിവർമ്മയ്ക്ക്. ഐസുവിന് മുമ്പിലിട്ടിരിക്കുന്ന ചെയറിൽ തല താഴ്ത്തിയിരുന്ന് കരയുകയാണ് കാവേരി. കാവേരിയുടെയും സൂര്യദേവൻ്റെയും മകളാണ് ശ്രീദേവി. അവർക്കൊരു മകൻ കൂടിയുണ്ട്, ശ്രീകാന്ത്. പെട്ടെന്ന് ഐസുവിൻ്റെ കതക് തുറക്കുന്ന ശബ്ദം കേട്ടതും 2 പേരുടെയും ശ്രദ്ധ അവിടേക്ക് പോയി. അതുവരെ അബിയുടെ വരവ് കാത്ത ഡോറിന് വെളിയിൽ നിന്ന് സൂര്യദേവ് അവനെ കണ്ടതും ആവേശത്തോടെ അടുത്തേക്ക് പോയി.
മോനെ, നീ ഇപ്പോൾ വിചാരിച്ചാൽ മാത്രമേ അച്ഛനെ രക്ഷിക്കാൻ കഴിയൂ. അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹം അത് നീ സാധിച്ചു കൊടുക്കണം. എനിക്കറിയാം, ഞങ്ങളെല്ലാവരും നിന്നോടും നിൻ്റെ അമ്മയോടും തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവളും ഈ വിവാഹം ആഗ്രഹിക്കുന്നുണ്ടാവും. കുറച്ചു മുൻപേ മനസ്സിൽ പലതവണ റിഹേഴ്സൽ ചെയ്തെടുത്ത ആ വലിയ ഡയലോഗ് ഒറ്റയടിക്ക് അവനോട് പറഞ്ഞു തീർക്കുമ്പോൾ തൻ്റെ അച്ഛൻ്റെ ആവശ്യം അവൻ മനസ്സുകൊണ്ടെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടാവുമെന്നായിരുന്നു അയാളുടെ മനസ്സിൽ. എന്നാൽ അയാളുടെ നാടകം കണ്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത ദേഷ്യം വന്ന് നിറയുന്നുണ്ടായിരുന്നു അവനിൽ. അതിനെയൊക്കെയെല്ലാം ഉപരി അവരുടെ ആവശ്യം നേടിയെടുക്കാൻ തൻ്റെ അമ്മയുടെ പേരുപയോഗിക്കുന്നു എന്നുള്ളതാണ് അവന് സഹിക്കാൻ കഴിയാത്തത്. മതി, ഇനിയും നിർത്താതെ മറ്റെന്തോ സംസാരിക്കാൻ തുടങ്ങുന്ന സൂര്യദേവിനെ നേർക്കുയർത്തി തടയുമ്പോൾ ദേഷ്യം കൊണ്ട് അവൻ്റെ കഴുത്തിലെ ഞരമ്പ് ഉയർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. എന്തോ സംസാരിക്കാൻ വന്ന സൂര്യദേവ് അവനെ പ്രതീക്ഷയോടെ കൂടെ നോക്കി നിന്നു. കാവേരിയും അവൻ്റെ അലർച്ചയിൽ ഞെട്ടി. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി എനിക്കൊന്നും അറിയാൻ താല്പര്യമില്ല. അവൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഗൗരവത്തിലും ദേഷ്യത്തിലും ഒന്ന് വിറച്ചു പോയിരുന്നു അയാൾ. പറയുന്നതിൻ്റെ കൂടെ അയാളെ ഒന്ന് രൂക്ഷമായി നോക്കിയതിനു ശേഷം അവരെ താണ്ടി മുന്നോട്ട് നടന്നിരുന്നു അവൻ. എന്നാൽ ഇതേ സമയം അവനെ നോക്കി നിന്ന സൂര്യദേവിൻ്റെ കണ്ണുകളിൽ ദേഷ്യവും പകയും വെറുപ്പും പടർന്നു. ബാൽക്കണിയിൽ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുവാണ് ചിത്ര. ചെറിയ കാറ്റും തുള്ളി തുള്ളിയായി പെയ്യുന്ന മഴയും. അഭി പോയത് മുതൽ വല്ലാത്തൊരവസ്ഥയിലാണ് ചിത്ര. മനസ്സ് തുറന്ന് അവനോടൊന്ന് ഇഷ്ടം പറയാൻ പോലും കഴിഞ്ഞില്ല. നിരാശയോടെ അവൾ ഓർത്തു. പെട്ടെന്ന് മനസ്സിലേക്ക് തെളിഞ്ഞു വന്നത് അവൻ്റെ വാക്കുകളാണ്. അത്രയേറെ താൻ കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകൾ. ആ ഓർമ്മയിൽ അവളുടെ കവളുകളൊന്ന് തൊടുത്തെങ്കിലും അവയ്ക്കധികം ആയുസ്സുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നത് താങ്കളുടെ സന്തോഷവും നിമിഷങ്ങൾ ഇല്ലാതാക്കിയ ആ ഫോൺ കോളാണ്. ആ കോൾ വന്ന ഉടനെ ദേഷ്യത്തോടെയും ഗൗരവത്തോടെയും തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മുറിവിട്ടു പോയ അഭി. എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നു. മനസ്സിലൊരു വിങ്ങൽ. താൻ ആഗ്രഹിച്ച ആളെ, അയാളുടെ ഇഷ്ടം തൻ്റെ കൈക്കുള്ളിൽ കൊണ്ടുവച്ചിട്ട് അത് വീണ്ടും തട്ടിപ്പറിക്കാനാവുമോ? ആ ഓർമ്മയിൽ പോലും അവളുടെ കണ്ണുകൾ കലങ്ങി. പെട്ടെന്ന് നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അവൾ ക്ലോക്കിലേക്ക് നോക്കി. സമയം രാത്രി 10 മണി കഴിഞ്ഞു. അപ്പോഴേക്കും മഴയും വേഗത്തിൽ പെയ്തു തുടങ്ങി. കിഷോറിന് വൈകിട്ട് 4 മണിക്കുള്ള ഫ്ലൈറ്റിൽ ഡൽഹിക്ക് പോയി. നാളെ ഈവനിങ് തിരിച്ചു വരൂ. ആനന്ദ് അവൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് കുറച്ചു മുൻപാണ് പോയത്. താൻ തനിച്ചാണ് എന്നുള്ള ഓർമ്മയിൽ ഭയത്തോടെ ബാൽക്കണിയിൽ തുറന്നിട്ടിരിക്കുന്ന വാതിലടച്ചവൾ അകത്തേക്ക് കയറി. ബെഡിലേക്ക് വന്നിരിക്കുമ്പോൾ പുറത്തലച്ചു പെയ്യുന്ന മഴ അവൾ അറിയുന്നുണ്ടായിരുന്നു. ഒറ്റക്കായതുകൊണ്ട് തന്നെ നേരത്തെ ഡോറെല്ലാം ലോക്ക് ചെയ്തതാണ്. പെട്ടെന്നാണ് മുറിയുടെ കതക് തുറന്ന് അഭി അകത്തേക്ക് കയറിയത്. പെട്ടെന്ന് അവൾ ഇരിക്കുന്നിടത്ത് നിന്ന് വേഗം എണീറ്റിരുന്നു. നേരത്തേട്ട് പുറത്തേക്ക് പോയ അതേ വേഷം തന്നെയാണ്. പക്ഷേ ആകെ നനഞ്ഞു കുതിർന്നിരിക്കുന്നു. ഷർട്ട് നനഞ്ഞ് ശരീരത്തോട് ചേർന്ന് കിടക്കുന്നുണ്ട്. തലയിലെ മുടികളെല്ലാം നനഞ്ഞ് ആ നെറ്റിയിലോട് ചേർന്ന് നിൽക്കുന്നു. അവൻ്റെ കണ്ണുകളും അവളിൽ തന്നെയായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്നിറങ്ങിയതിനു ശേഷം ഒന്ന് ബീച്ചിൽ പോയി കുറച്ചു നേരം തനിച്ചിരിക്കണമെന്ന് തോന്നി. ഇന്ദ്രനങ്ങിൽ സ്ഥലത്തില്ലാത്തത് കൊണ്ട് തന്നോട് ഹോസ്പിറ്റൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ എതിർക്കാൻ കഴിഞ്ഞില്ല. കാരണം അഭിമന്യു ഈ ലോകത്ത് ഏറ്റവും കടപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തോടാണ്. ആ അദ്ദേഹം ആദ്യമായി തന്നോടൊരാവശ്യം പറയുമ്പോൾ നിരസിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് മാത്രമാണ് രവിവർമ്മയുടെ മുൻപിൽ പോയി നിൽക്കേണ്ടി വന്നത്. എൻ്റെ വല്യച്ഛൻ എന്ന് പറയുന്ന ചന്ദ്രദേവിൻ്റെ അഭിനയം കണ്ടപ്പോൾ തന്നെ അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അതിലേക്ക് എൻ്റെ അമ്മയെ വലിച്ചിടുമെന്ന് വിചാരിച്ചില്ല. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവൻ്റെ മനസ്സ് പോലും മഴയടിച്ച് കുത്തി പെയ്തുകൊണ്ടിരുന്നു. ആ മഴയിൽ കണ്ണുകൾ അടച്ചവൻ നിന്നു. പുച്ഛം തോന്നുന്നു അയാളോട്. എൻ്റെ അമ്മയുടെ പേരുച്ചരിക്കാൻ പോലും അയാൾക്ക് അവകാശമില്ല. അവൻ്റെ ചുണ്ടുകൾക്കിടയിൽ അവൻ മുറുമുറുത്തു. തൻ്റെ കണ്ണുകൾ മുറുക്കെ അടച്ച ദേഷ്യം നിയന്ത്രിച്ചു. പക്ഷേ മനസ്സിലേക്ക് വീണ്ടും പഴയ ഓർമ്മകൾ കടന്നു വന്നു. അന്ന് ഇന്ദ്രനങ്കിൽ തന്നെ ആദ്യമായി ആ വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ രവിവർമ്മ പറഞ്ഞ വാക്കുകൾ അതിപ്പോഴും തൻ്റെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഇവൻ്റെ അമ്മ ആ പിഴച്ചവളെന്ന് ഈ വീട് വിട്ടു പോയോ? അന്ന് അവളുമായുള്ള എല്ലാ ബന്ധവും ഞാൻ ഉപേക്ഷിച്ചതാണ്. പിന്നെ എങ്ങനെ ഇവൻ ഈ കുടുംബവുമായി ബന്ധമുണ്ടാകും? ചാട്ടുളി പോലെയുള്ള ആ വാക്കുകൾ തൻ്റെ ഹൃദയത്തിലാണ് വന്നു പതിച്ചത്. പിഴച്ചവൾ എന്ന് തൻ്റെ അമ്മയെ വിളിച്ച് അയാളുടെ നാവ് പിഴുതെടുക്കാൻ തോന്നി. അന്ന് വരെ അമ്മയുടെ അച്ഛൻ എന്ന അയാളോടുള്ള ബഹുമാനം നിമിഷങ്ങൾ കൊണ്ട് തകർന്നടിഞ്ഞു. വെറുപ്പ് തോന്നി, അയാളോട് മാത്രമല്ല ആ കുടുംബത്തോട് മുഴുവൻ. എന്നാൽ അന്ന് അയാൾക്ക് വേണ്ട മറുപടി കൊടുത്തത് തൻ്റെ കൈപിടിച്ച് തനിക്ക് വേണ്ടി ആ പടിയിറങ്ങി ആളാണ് ഇന്ദ്രനങ്കിൽ. അന്നങ്കിൽ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും തനിക്ക് ഓർമ്മയുണ്ട്.
ദുർഗയെ നിങ്ങൾ ഉപേക്ഷിച്ചു എങ്കിലും എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. അതുപോലെ ഇവനെ ആർക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണം. ഇവനെ ഞാൻ നോക്കും. ഒരിക്കലും നിങ്ങളുടെ ആരുടെയും മുൻപിൽ ഇവൻ വേണ്ടി ഞാൻ കൈനീട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഇന്നും അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ അത്രത്തോളം പ്രാധാന്യം നൽകുന്നത്. അന്നു മുതൽ ഇന്ന് വരെ തനിക്ക് വേണ്ടി അദ്ദേഹം ഓരോന്ന് ചെയ്തു തന്നു. തനിക്ക് സ്വന്തമെന്ന് പറയാൻ അമ്മയ്ക്ക് ശേഷമുണ്ടായ ഒരേ ഒരു രക്തം അത് അദ്ദേഹമാണ്. തിരയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ മനസ്സ് മുഴുവൻ ഭൂതകാലത്തിൻ്റെ കറുപ്പായിരുന്നു. പെട്ടെന്നാണ് കിഷോർ വിളിക്കുന്നത്. ചിത്ര വീട്ടിൽ തനിച്ചാണെന്നറിഞ്ഞതും പിന്നെ ഇരുപ്പുറച്ചില്ല. വേഗം ഇങ്ങോട്ട് പോന്നു. ഇരുട്ടും മഴയും വകവയ്ക്കാതെ ഓടി വരുമ്പോൾ മനസ്സ് നിറയെ ഇവളായിരുന്നു, തനിക്ക് സ്വന്തമായവൾ. ആകെ നനഞ്ഞല്ലോ. ചിത്രയുടെ വാക്കുകളാണ് അവനെ ചിന്തയിൽ നിന്നുണർത്തിയത്. പെട്ടെന്ന് സ്റ്റാൻഡിലിട്ടിരുന്ന ടവലെടുത്ത് അടുത്തേക്ക് വരുന്ന ചിത്രയെ അവൻ കണ്ടതും ആ കണ്ണുകളൊന്ന് വിടർന്നു. എന്നാൽ അപ്പോഴേക്കും തൻ്റെ കയ്യിലുള്ള ടവൽ കൊണ്ട് ചിത്ര അവൻ്റെ തല തുവർത്തി കൊടുക്കുന്ന തിരക്കിലായിരുന്നു. അവൻ്റെ ഹൈറ്റ് കാരണം അവൾക്ക് എത്തുന്നുണ്ടായില്ല. എങ്കിൽ കൂടെ എങ്ങനെയൊക്കെയോ ഉയർന്ന് തല തുവർത്തി കൊടുക്കുന്നുണ്ട്. അവൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു. അവൾക്ക് സൗകര്യത്തിൽ ആ തല താഴ്ത്തി കൊടുക്കുന്നതിൻ്റെ കൂടെ ആ കണ്ണുകൾ അടച്ച് അവളുടെ പ്രവൃത്തി ആസ്വദിക്കുകയായിരുന്നു അവൻ. ഇതുവരെ അനുഭവിച്ച ഒറ്റപ്പെടലിനും വേദനയ്ക്കും ഒരാശ്വാസം കിട്ടിയതുപോലെ. എന്നാൽ പെട്ടെന്ന് തല തുവർത്തി അവനിൽ നിന്ന് അകന്നു നിൽക്കുന്ന ചിത്രയെ അവനൊന്ന് നോക്കിയെങ്കിലും അവന് മുഖം കൊടുക്കാതെ ടവൽ അതുപോലെ തന്നെ സ്റ്റാൻഡിൽ വിരിച്ചിടുകയായിരുന്നു ചിത്ര. അപ്പോഴും ചിത്രയുടെ മനസ്സ് കുറച്ചു മുൻപ് നടന്ന കാര്യങ്ങൾ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. മുഴുവൻ നനഞ്ഞ ഈറനായി നിൽക്കുന്നവനെ ശ്രദ്ധിച്ചപ്പോഴാണ് തലയിൽ നിന്ന് നിർത്താതെ വീഴുന്ന വെള്ളം അവൾ കാണുന്നത്. ഒന്നും ചിന്തിക്കാതെ ടവലെടുത്ത് തോർത്തി കൊടുക്കുമ്പോൾ അവനെക്കുറിച്ചുള്ള അവളുടെ കരുതലായിരുന്നു അത്. എന്നാൽ അത് അവന് ഇഷ്ടപ്പെട്ട് കാണുമോ എന്ന് ചിന്തിച്ചില്ല. ഇപ്പോൾ എന്തോ വല്ലാത്തൊരു ചളിപ്പ്. എനിക്കൊരു കപ്പ് ചായ വേണം. അവൻ്റെ ശബ്ദമാണ് അവളെ ഉണർത്തിയത്. എന്ന് മൂളിയതിൻ്റെ കൂടെ അവന് മുഖം കൊടുക്കാതെ മുറിക്ക് പുറത്തേക്ക് പോയിരുന്നു അവൾ. പടി കടന്ന് പോകുന്ന ചിത്രയെ ഒന്ന് നോക്കിയതിനു ശേഷം അവന് നേരെ ബാത്റൂമിലേക്ക് പോയി. എന്നാൽ ആർക്കും അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്തൊരു ചിരി ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ ചുണ്ടുകളിൽ.